ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഒരു ക്വിക്ക് റീഡിങ് എടുക്കുന്നുള്ളൂ കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് കുറച്ച് ചെറിയ വീഡിയോ എടുക്കാം. ക്യൂൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നേക്കുന്ന കാർഡ്. അപ്പം നമ്മൾ ഭയങ്കര മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല മനസ്ഥിതിയുള്ളൊരു ദിവസമായിട്ടാണ് ഈ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ നമുക്കൊരാളെ മിസ് ചെയ്യുക, നമുക്ക് വല്ലാതെ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സ്. അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. ഒരാളോട് വല്ലാത്ത സ്നേഹം തോന്നുക, അയാളെ വല്ലാതെ മിസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. പിന്നെ ഇത് മറ്റുള്ളവർക്ക് നമ്മളോടും വല്ലാത്ത അട്രാക്ഷൻ തോന്നും. കാരണം നമുക്ക് നല്ല ഹീലിംഗ് പവർ ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. നമ്മളോട് അവരവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഹീൽ ചെയ്യുന്നതോടൊപ്പം നമ്മളിലും ഹീലിംഗ് ആവശ്യമുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതേ പെയിൻ ഉണ്ടായിരിക്കും, നമ്മുടെ ഉള്ളിലും ഇതേപോലെ ഹീലാവാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നൊരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വല്ലാതെ മൂഡ് സ്വിങ്സ് വരിക, തന്നെ ഇരുന്ന് കരയുക, വല്ലാത്ത ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ് കേട്ടോ. പ്രത്യേകിച്ചും എല്ലാവരോടും വളരെ സ്നേഹം, മദർലി അഫെക്ഷൻ തോന്നുക, എല്ലാവരോടും വളരെ സ്നേഹം തോന്നുക, എല്ലാവർക്കും എന്ത് സഹായവും ചെയ്തു കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുക, അതൊക്കെയാണ് ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് കപ്സ് കേട്ടോ. ഒരു മദർ എനർജിയാണ്, മദർഹുഡിൻ്റെ എനർജിയാണ്. അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കുക, കാണുക, അമ്മയോട് സംസാരിക്കുക. ചിലപ്പോൾ അമ്മയോട് നിങ്ങൾ എന്തെങ്കിലും വിഷമം പറയുന്നതായിരിക്കും, അമ്മ നിങ്ങളോട് എന്തെങ്കിലും വിഷമം പറയുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ്. ദെൻ സെക്കൻഡ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എയിൽമെൻറ്റ്സ് ആണ്. മേ ബി പൈസ ഇല്ലല്ലോ എന്ന തോന്നലായിരിക്കാം, അല്ലെങ്കിൽ പണം നഷ്ടം വരുന്ന ഒരു എനർജിയാണ്. ഇതൊരു ഫിനാൻഷ്യൽ ലോസിൻ്റെ കാർഡാണ് കേട്ടോ. പണം നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ പണം ഇല്ലല്ലോ എന്ന തോന്നലായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. കൂടാതെ മാനസികമായിട്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുക, ശാരീരികമായിട്ട് വൈഷമ്യം തോന്നുക. ചിലപ്പോൾ പെയിൻ ആയിരിക്കാം, കാലിനോ കൈക്കോ കഴുത്തിനോ പുറത്തിനൊക്കെ പെയിൻ അനുഭവപ്പെടുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇതൊരു നടക്കാൻ പ്രയാസം അനുഭവപ്പെടുക. മോസ്റ്റ്ലി അത് കാലിനാണ്, പെയിൻ ആവാനാണ് സാധ്യത. ഷോൾഡറിനോ കാലിനോ കൈക്കോ വേദനയാവാനാണ് സാധ്യത. അങ്ങനെയുള്ളൊരു എയിൽമെൻറ്റ്, അതായത് വേദനയായിരിക്കും, അല്ലെങ്കിൽ മുറിവ് പറ്റുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. പ്ലസ് പണമില്ലല്ലോ എന്ന തോന്നലായിരിക്കും, അല്ലെങ്കിൽ പണം നഷ്ടം വരുന്നൊരു എനർജിയാണ്. ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജി കൂടിയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണം കൃത്യമായി വിനിയോഗിക്കുക. എടുക്കുന്ന ഓരോ പൈസയും കണക്കുണ്ടായിരിക്കണം. പൈസ ചിലവാക്കുമ്പോൾ വളരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. വളരെ ശ്രദ്ധിച്ച്, ഇന്നിപ്പോൾ ഈ നിമിഷം ഞാൻ ഈ പണം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ശേഷം മാത്രം പണം സ്പെൻഡ് ചെയ്യുക. അതുപോലെ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ പണത്തിന് നന്ദി പറയുക. ഓക്കെ. പിന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കാതെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ മെൻ്റലി സ്ട്രഗ്ലിംഗ് ആകുമ്പോൾ അതിന് കാരണമായ പ്രശ്നം എന്താണോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇത് വളരെ പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുക, പെട്ടെന്ന് തീരുമാനം എടുക്കുക, അത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ പാഷനേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്, ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് തീരുമാനം എടുക്കുക, പെട്ടെന്നത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് കേട്ടോ. ഇതൊരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ടേ. ദെൻ നെക്സ്റ്റ് കാർഡ് വേൾഡാണ്. നെക്സ്റ്റ് കാർഡ് വേൾഡ് കാർഡാണ്. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് അധികം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻ കേസ് വെള്ളത്തിൽ പോയാൽ തന്നെ അവനവൻ്റെ സുരക്ഷ നോക്കിക്കൊണ്ട് മാത്രം കൈകാര്യങ്ങൾ ചെയ്യുക, സാഹചര്യം കൈകാര്യം ചെയ്യുക. പിന്നെ ആൾക്കൂട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ എനർജി സക്ക് ചെയ്യുന്നവരാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പോകുന്നോ അവിടെ നിങ്ങൾ നിങ്ങളുടെ എനർജി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇതൊരു
ഒരു നമ്മളിപ്പോഴും പറയുമല്ലോ, ആത്മീയ പാഠങ്ങളാണ് നമ്മുടെ മേജർ അർക്കാന കാർഡ്സിലൂടെയാണ് പഠിക്കുന്നത് എന്ന് പറയും. അതിലെ 21ാമത്തെ മേജർ അർക്കാന കാർഡാണ് വേൾഡ് കാർഡ്. അപ്പോൾ നമ്മളിന്ന് വലിയൊരു ജീവിത പാഠം പഠിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സക്സസിൻ്റെയും അതുപോലെ കംപ്ലീഷൻ്റെയും കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ സൈക്കിൾ എൻഡായി പോകുന്നതായിട്ടാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് കംപ്ലീഷനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിരിക്കും. അത്തരം ഒരു എനർജിയാണ് വേൾഡ് കാർഡ് കേട്ടോ. അത് ഞാൻ കമത്തി വെക്കുന്നുണ്ട്, അത് ചിലപ്പം യൂട്യൂബ് സ്ട്രൈക്ക് അടിക്കാൻ സാധ്യതയുണ്ട് കാർഡ്. ദെൻ നെക്സ്റ്റ് കാർഡ് 7 ഓഫ് വാണ്ടാണ്. ഇത് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഒരുപാട് കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒറ്റയ്ക്ക് നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നതായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കുമുള്ള പ്രോബ്ലംസിനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സാണ്. നിങ്ങളുടെ ചിന്ത നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനായിരിക്കും ഇങ്ങനായിരിക്കും എന്ന് ചിന്തിച്ച് അതിനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് വലുതാക്കി എടുക്കുന്ന ഒരു എനർജിയാണ് 6 ഓഫ് വാണ്ട് കേട്ടോ. 7 ഓഫ് വാണ്ട് കേട്ടോ. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യരുത്. അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നാൽ ഉടനെ അതിനെ ക്യാൻസൽ ചെയ്യുക. അതിനെ പെട്ടെന്ന് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞ് മനസ്സിനെ പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നെഗറ്റീവായിട്ടുള്ള ചിന്തിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുമായ എനർജിയാണ് 7 ഓഫ് വാണ്ട് കേട്ടോ. ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് വാണ്ടാണ്. ഇതൊരു സക്സസിൻ്റെ കാർഡാണ്, വിക്ടറിയുടെ കാർഡാണ്, റീയൂണിയൻ്റെ കാർഡാണ്, പബ്ലിക് റെക്കഗ്നിഷൻ്റെ കാർഡാണ്. നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുക, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയെ മറ്റൊന്ന് കാണാനോ ഒരുമിച്ച് യാത്ര ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. പിന്നെ ഇതും സക്സസിൻ്റെയും വിക്ടറിയുടെയും കാർഡാണ്. അതുപോലെ മറ്റുള്ളവർ നമ്മളെ നമ്മുടെ കഴിവിൻ്റെ പേരിൽ ആദരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് കപ്പാണ്. ഇത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷേ മടി പിടിച്ചിരിക്കുന്നൊരു എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് മടി മാറുന്ന ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് ഈ 9 ഓഫ് വാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ മടി പിടിച്ചിരിക്കുമായിരിക്കും, പക്ഷേ നിങ്ങളത് ആ മടി മാറുന്ന സമയത്ത് നിങ്ങൾ വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനർജി കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ യൂസ് ചെയ്യുക, കൃത്യമായിട്ട് എനർജിയെ യൂട്ടിലൈസ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.